കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ വാഴുമ്പോൾ സ്വാഗതം വെൽക്കം ടു ബർജർ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസ് സീസൺ 2. അങ്ങനെ ഈ ഒരു റിയാലിറ്റി ഗെയിം ഷോ 4ാം ആഴ്ചയും പൂർത്തീകരിച്ച് മുന്നോട്ടേക്ക് തന്നെ യാത്ര തുടരുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞതാണ് ഇന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ബിഗ് ബോസ് സീസൺ 2 എന്ന ഈ ഒരു റിയാലിറ്റി ഗെയിം ഷോ ജനമനസ്സുകൾ ഏറ്റെടുത്തുവെന്ന സസന്തോഷപൂർവമായ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നോമിനേഷനിൽ വരുന്ന മത്സരാർത്ഥികളിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ പേര് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക, അവരുടെ നെയിം. പക്ഷേ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഒരു അക്കൗണ്ടിൽ നിന്നും, ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നും ഒരൊറ്റ പേര് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ഒരേ അക്കൗണ്ടിൽ നിന്നും പല പേരുകൾ വന്നാൽ നമുക്കത് കൺഫ്യൂഷനാവും. ഇപ്പോൾ തന്നെ പല നോമിനേഷൻ എപ്പിസോഡുകളിലും നമുക്കങ്ങനെ കണ്ടു. അപ്പോൾ ഇനിയുള്ള നോമിനേഷനെങ്കിലും നിങ്ങളങ്ങനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളുടെ പേര് നിങ്ങൾ കമൻ്റ് ഇടൂ, അതും ഒരു അക്കൗണ്ടിൽ നിന്നും ഒന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിനകത്തേക്ക് പോയി അവരെ ഒന്ന് കാണാം. ദിനേശ, വാ മോനെ. സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അതിമനോഹരമായി തന്നെ പൂർത്തീകരിച്ചു. ഹാരി നൊഹാര, അഭിനന്ദനങ്ങൾ. ബിഗ് ബോസ് തന്ന സീക്രട്ട് ടാസ്ക് നിങ്ങൾ അതിമനോഹരമായി തന്നെ ചെയ്തു. മിസ്റ്റർ ബീൻ, ഇത് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാതെ ഹാരി നിങ്ങളോട് വന്ന പ്രശ്നമുണ്ടാക്കിയതല്ല. ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തു, അതിനെ തുടർന്നാണ് ഹാരി എന്ന് നിങ്ങളോട് അങ്ങനെ പെരുമാറിയത്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച അതിമനോഹരമായി തന്നെ പോയി ലൈവ് സ്റ്റോറി ടാസ്ക് മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനിയും പലരും അവരുടെ ജീവിതകഥ വീടിനകത്ത് പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ പറയാനിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല കഴിഞ്ഞ ആഴ്ചയിൽ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തേക്ക് കടക്കാം. ബിഗ് ബോസ് സീസൺ 2 4ാമത്തെ എവിക്ഷൻ പ്രോസസ്സ്. ഇന്ന് ആരായിരിക്കും ഇനി ഇവിടെ നിന്നും പുറത്തേക്ക് പോകുക എന്നറിയില്ല. 5 പേരാണ് നോമിനേഷനിലുള്ളത്. അതിൽ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. ഇതിൽ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരും, ബാക്കി 4 പേരും അവിടെ നിൽക്കും. ഇതിൽ കാർഡൊക്കെ വന്നു. എന്തായാലും വളരെ സങ്കടമുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ വീടിനുള്ളിലെ നിലനിൽപ്പ് പുറത്തിരിക്കുന്ന പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പോൾ ഇതൊരു ഷോയാണ്, അതിനെ ഇങ്ങനെ തന്നെ മാത്രം കണ്ടാൽ മതി. എന്നാൽ പിന്നെ ഞാൻ സങ്കടത്തോടുകൂടി വിളിക്കുകയാണ്. പ്രേക്ഷക വിധി പ്രകാരം ബിഗ് ബോസ് സീസൺ 2 4ാമത്തെ നോമിനേഷൻ പ്രക്രിയയിലൂടെ എവിക്റ്റഡ് ആയി പുറത്തു വരുന്നത് വേറെ ആരുമല്ല, മോഗ്ലിയാണ്. മോഗ്ലി, എല്ലാവരോടും യാത്ര പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാം, ബാക്കി എല്ലാവരും സേവ് ഇടാം. അങ്ങനെ വീണ്ടും ഒരു നോമിനേഷനിലൂടെ പ്രേക്ഷക വിധി പ്രകാരം ഒരാൾ പുറത്തേക്ക് വരികയാണ്. ലെറ്റ്സ് വെൽക്കം മോഗ്ലി. മോഗ്ലി, അഭിനന്ദനങ്ങൾ. 4 ആഴ്ചകൾ നിങ്ങൾ ആ വീട്ടിൽ നിന്നിരിക്കുകയാണ്. ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഷോയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മത്സരാർത്ഥികളുടെ ഓരോ വിധിയും നിർണ്ണയിക്കുന്നത് പുറത്തിരിക്കുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ മോഗ്ലിയുടെ വിധി ഇതായി പോയി. ഒരുപാട് നന്ദി. ഇങ്ങനൊരു ഷോയിൽ വന്ന് ഇത്രയും ദിവസം നല്ല പെർഫോമൻസ് ഒക്കെ കാണിച്ചതിന്. അത് താങ്കൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്, പോകാം. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച വളരെയേറെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ്. അതെന്തെന്നറിയാൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കൂ. നമുക്ക് അടുത്ത ആഴ്ച കാണാം.